അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 3 ഖസീദ അൻ ഇൻസാൻ ലി മഹ്മൂദ് ദർവീഷ്. മഹ്മൂദ് ദർവീഷ് എഴുതിയ ഒരു മനുഷ്യനെ പറ്റി എന്ന കവിതയാണ്. മഹ്മൂദ് ദർവീഷ് ഹുവ മിൻ അബ്റസ് ശുഅറാഇൽ ഫിലസ്തീനിയീൻ വൽ അറബ്. അറബികളുടെ കൂട്ടത്തിലെ, ഫലസ്തീനികളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖനായ കവികളിൽ ഒരു കവിയാണ് മഹ്മൂദ് ദർവീഷ്. ഉരിഫ കഅഹദി ഉദബാഇൽ മുഖാവമ. മറ്റു പ്രതിരോധ സാഹിത്യത്തിലെ സാഹിത്യകാരന്മാരെ പോലെ അറിയപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അദബുൽ മുഖാവമ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ലിറ്ററേച്ചറാണ്. അതിലെ സാഹിത്യകാരന്മാർക്കാണ് ഉദബാ ഉൽ മുഖാവമ എന്ന് പറയുന്നത്. വൽതഹമത്ത് ഖസായിദുഹു ബിൽ ഖദിയ്യൽ ഫിലസ്തീനിയ. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അധികവും ഫലസ്തീൻ ഇഷ്യൂ ആണ് ഉള്ളത്. ഹത്ത സമ്മാഹുൽ ബഅദു ബിശാഇരി അൽ ജുർഹിൽ ഫിലസ്തീനി. ഷാഇറുൽ ജുർഹിൽ ഫിലസ്തീനി എന്ന പേരിൽ വരെ അദ്ദേഹത്തെ പല ആളുകളും വിളിച്ചു. ഫലസ്തീൻ മുറിവിൻ്റെ കവി. ഉഅ്തിഖില അക്സറ മിൻ മറത്തിൻ മിൻ ഖിബലി സുൽത്താത്തുൽ ഇസ്രാഈലിയ മുൻദു ആം 1961 മിലാദിയ. 1961 മുതൽ ഇസ്രായേൽ ആധിപത്യം അല്ലെങ്കിൽ ഇസ്രായേൽ അധികാരികൾ അദ്ദേഹത്തെ പലതവണ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ടുണ്ട്. ബിസബബി നഷാതാത്തുഹി വ അഖ്വാലിഹി അസ്സിയസിയ. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള രാഷ്ട്രീയപരമായ സംസാരം കാരണത്താൽ, അദ്ദേഹത്തിൻ്റെ അത്തരം ചില ആക്ടിവിറ്റികൾ കാരണത്താൽ. വഫി ആം 1972 മിലാദിയ തവജ്ജഹ ഇല മോസ്കോ മിൻഹ ഇല അൽ ഖാഹിറ. അങ്ങനെ 1972 അദ്ദേഹം മോസ്കോയിലേക്ക് പോയി, പിന്നീട് കൈറോയിലേക്ക് പോയി. വൻതഖല ബഅദഹ ഇല ലുബ്നാൻ ഹൈസു തറഅസ മർകസ് അൽ അബ്ഹാസ് അൽ ഫിലസ്തീനിയ. ശേഷം ലുബ്നാനിലേക്ക് അദ്ദേഹം വന്നു, ലബനാനിൽ വന്നു. അവിടെ അദ്ദേഹം മർക്കസുൽ അബ്ഹാസ് അൽ ഫിലസ്തീനിയ എന്ന ആ ഒരു സെൻറ്ററിൻ്റെ ഹെഡായിട്ട് അദ്ദേഹം ചെലവഴിച്ചു. ഷഗല മൻസിബ് റഈസ് തഹരീരി മജല്ലത്തി ഷുഊൻ ഫിലസ്തീനിയ. മജല്ലത്തു ഷുഊൻ ഫിലസ്തീനിയ എന്ന ഫലസ്തീൻ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മജല്ലയായ ആ മജല്ലയുടെ റഈസ് തഹരീർ, ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹം ജോലി ചെയ്തു. കമാ തറഅസ് റാബിത്തുൽ കുത്താബ് വസ്സുഹഫിയ്യീൻ അൽ ഫിലസ്തീൻ. അതേപോലെ റാബിത്തുൽ കുത്താബ് വസ്സുഹഫീൻ അൽ ഫിലസ്തീൻ എന്ന ആ ഒരു റാബിത്ത, ആ ഒരു സംഘടനയുടെ റഈസായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു. വഅസ്സസ മജല്ലത്ത് അൽ കർമൽ അസ്സഖാഫിയ്യ ഫി ബെയ്റൂത്ത് ആം 1981. 1981 മജല്ലത്തുൽ കർമൽ അസ്സഖാഫിയ, ആ ഒരു മജല്ല അദ്ദേഹം സ്ഥാപിച്ചു. വൻതുഖിബ ഉദുവൻ ഫിൽ ലജ്നത്തി അത്തൻഫീദിയ ലിമുനളമത്തി തഹ്രീർ അൽ ഫിലസ്തീനിയ ആം 1988 മിലാദിയ. 1988 അദ്ദേഹം PLOയുടെ മുനളമത്തു തഹ്രീർ അൽ ഫിലസ്തീനി എന്ന പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന PLOയുടെ നടത്തി വിഭാഗത്തിൻ്റെ ലജ്നയിൽ ഒരു മെമ്പറായിട്ട് അദ്ദേഹം, അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. സുമ്മ മുസ്തഷാർ അൽ റഈസ് അറാഹിൽ യാസിർ അറഫാത്ത്. അതേപോലെ പിന്നീട് മരണപ്പെട്ടു പോയ യാസിർ അറഫാത്ത് എൻ്റെ ഒരു മുസ്തഷാറായിട്ടും അദ്ദേഹം എന്ത് ചെയ്തു, നിയോഗിതനാകുന്നുണ്ട്. وكتب إعلان الاستقلال الفلسطيني الذي أعلن في الجزائر عام 1988 ميلادية. 1988 അൽജസീറയിൽ വെച്ചിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഫലസ്തീനിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം ആ ഒരു പ്രഖ്യാപനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. واستقال من اللجنة التنفيذية بعد 5 سنوات احتجاجا على توقيع اتفاق ഓസ്ലോ കരാറുമായി ബന്ധപ്പെട്ട് അതിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള കോലാഹലങ്ങൾക്ക് ശേഷം 5 വർഷത്തിന് ശേഷം അദ്ദേഹം തൻ്റെ ഈ ലജ്നയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനം അദ്ദേഹം രാജിവെക്കുന്നുണ്ട്. ബദ കിതാബത്ത് അശ്ശിഅരി ഫി ഉംരിഹിൽ മുബക്കിർ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ കവിതാരചന ആരംഭിച്ചു. വഉരിഫ കഅഹദി ഉദബാഇൽ മുഖാവമ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അദബുൽ മുഖാവമയുടെ അദീബുൽ മുഖാവമയായിട്ട് അദ്ദേഹം എണ്ണപ്പെട്ടു. വലി ദർവീഷ് മാ യസീദു അലാ 30 ദീവാന മിന അശ്ശിഅരി വന്നസ്രി ബിൽഇദാഫത്തി ഇലാ 8 കുതുബ്. അദ്ദേഹത്തിന് 30ഓളം ദീവാനുകൾ അദ്ദേഹത്തിനുണ്ട്. അതേപോലെ നസ്റിൽ ഗ്രന്ഥങ്ങളുണ്ട്. അതിനും പുറമെ 8ഓളം ഗ്രന്ഥങ്ങൾ, മറ്റു ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിനുണ്ട്. വഖതർജമ ശിഅറുഹു ഇലാ ഇദ്ദത്തി ലുഗാത്തിൻ. എണ്ണമറ്റ ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. വഅസാറത്ത് ഖസീദത്തുഹു ആബിറൂന ഫി കലാമി ആബിർ ജദ്ലൻ ദാഖിലൽ കനീസത്ത്. അദ്ദേഹത്തിൻ്റെ കവിതയായ ആബിറൂന ഫി കലാമി ആബിർ എന്ന ആ ഒരു കവിത അത് പല ചർച്ചുകളിൽ പോലും തർക്കങ്ങൾ
ഒരു തർക്കത്തിന് കേന്ദ്രമായി തീർന്ന കവിതയാണ് അദ്ദേഹത്തിൻ്റെ ആബിറൂന ഫി കലാമി ആബിർ എന്ന കവിത. നസ്ർ ആഖിറ ഖസായിദി ബിഉൻവാൻ അൻത മുൻദുൽ ആന ഗൈറക്, അദ്ദേഹത്തിൻ്റെ അവസാന കവിത ആയിട്ട് രചിച്ച അവസാന കവിതയാണ് അൻത മുൻദുൽ ആന ഗൈറക് എന്ന കവിത. അത് യൗമ 17 യൂനിയോ 2007 മിലദിയ 2007 ജൂൺ 17 അത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. വഖദ് ഇൻതഖദ ഫീഹ അത്തഖാതുൽ അൽ ഫിലസ്തീനി, അവിടെ വെച്ചിട്ട് ആ ഒരു കവിതയിൽ അദ്ദേഹം ഫലസ്തീൻ സംഘടനകളെപ്പറ്റി ഒരുപാട് നിരൂപണങ്ങൾ നടത്തിയിട്ടുണ്ട്. വമിൻ ദവാവീനിഹി അസാഫിറു ബില അജ്നിഹ, അദ്ദേഹത്തിൻ്റെ ദീവാനുടെ പേരാണ്, ദീവാനുകൾപ്പെട്ടതാണ് അസാഫിറു ബില അജ്നിഹ എന്നുള്ളതും. ഔറാഖു സൈത്തൂൻ അസ്ദിഖാഇ ലാ തമൂതു ആഷിഖും മിൻ ഫിലസ്തീൻ അൽ അസാഫിറു തമൂതു ഫിൽ ജലീൽ മദീഹുദ്ദിൽ ആലി ഹാലത്തു ഹിസാർ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ ദീവാനുകളാണ്, സമാഹാരമാണ്. ഹസുല അല ഇദ്ദത്തി ജവായിസ്, എണ്ണമറ്റ പ്രൈസുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. മിൻഹാദിൽപ്പെട്ടാണ് ജായിസത്തുൽ ലോട്ടസ് ആമൽ 969 മിലാദിയ, മറ്റൊന്ന് ജായിസത്തുൽ ബഹർ അൽ മുതവസ്സിത്ത് ആമൽ 980, അതേപോലെ ദുറൂഉ സൗറ അൽ ഫിലസ്തീനി ആമൽ 981, ലൗഹത്ത് ഔറുബ ലിശ്ശിഅർ അത് ആമൽ 981, ജായിസത്തു ഇബ്നു സീന ഫിൽ ഇത്തിഹാദി സൂഫിയാത്തി ആമൽ 982, അതുപോലെ തന്നെ ജായിസത്തു ലബ്നൈൻ ഫി ഇത്തിഹാദി സൂഫിയാത്തി ആമൽ 983, ജായിസത്തുൽ അൽ അമീർ ക്ലാസ് ഹോളണ്ട് ആമൽ 2004 മിലാദിയ, അതേപോലെ ജായിസത്തുൽ അവീസ് الثقافية مناصفة مع الشاعر السوري أدونيس عام 2004 ميلادية. അത് മുനാസഫ മഅ ഷാഇർ അസ്സൂരി അഡോണീസ്, സിറിയൻ കവിയായ അഡോണീസുമായിട്ട് അത് പങ്കുവെച്ചുകൊണ്ടാണ് ആ ഒരു മെഡൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കവിത അൻ ഇൻസാൻ, മനുഷ്യനെ, ഒരു മനുഷ്യനെ പറ്റി. ഈ കവിത മലയാളത്തിലേക്ക് ജമീൽ അഹമ്മദ് എന്ന വ്യക്തി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പ്രസിദ്ധമായൊരു കവിതയാണ്. കവിത എങ്ങനെയാണ്? വലഉ അല ഫമിഹി സലാസിൽ, വല എന്ന് പറഞ്ഞാൽ വെച്ചു എന്നാണ്, ഫമ് വായ, സലാസിൽ എന്ന് പറഞ്ഞാൽ ദവാഇർ ഹദീദിയ എന്നാണ്, അതായത് ഇരുമ്പുകൾ, അതേപോലെ ഈ ചെങ്ങല ബന്ധനം എന്നൊക്കെയാണ്. അപ്പോൾ അതിന് ട്രാൻസ്ലേഷൻ ഇങ്ങനെ കൊടുത്തിട്ടില്ല, അവനെയൊന്നുരിയാടാൻ അനുവദിക്കാതവർ റബത്തു യദൈഹി ബി സുഹ്റത്തിൽ മൗത്ത്, റബത്തു അവർ ബന്ധിച്ചു, യദൈഹി അദ്ദേഹത്തിൻ്റെ കരങ്ങളെ, ബി സുഹ്റത്തിൽ മൗത്ത് മരണത്തിൻ്റെ പാറയിൽ. അപ്പോൾ അവനെയൊന്ന് ഉരിയാടാൻ അനുവദിക്കാതെ അവർ മരണത്തിൻ്റെ പാറയിൽ ചേർത്തു കെട്ടി. വഖാലു എന്നിട്ടവർ അലറി വിളിച്ചു, അൻത ഖാത്തിൽ നീയാണ് കൊലപാതകി. അഖദു ത്വആമഹു അവരെല്ലാം തട്ടിപ്പറിച്ചെടുത്തു, ത്വആമഹു അവൻ്റെ ഭക്ഷണവും, വൽ മലാബിസ അവൻ്റെ വസ്ത്രങ്ങളും, വൽ ബയാരിഖ അവൻ്റെ കൊടികളും, അപ്പോൾ ഉടുതുണിയും അന്നവും അവൻ്റെ കൊടിയുമെല്ലാം അവർ തട്ടിപ്പറിച്ചു. വറബൗഹു എന്നിട്ട് അവനെ തള്ളി, ഫി സൻസനാത്തിൽ മൗത മരണത്തിൻ്റെ തടവറകളിലേക്ക് അവരവനെ വലിച്ചെറിഞ്ഞു. വഖാലു എന്നിട്ടവർ അവനു നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, അൻത സാരിഖ് നീയാണു കള്ളൻ. തൊറദൂഹു മിൻ കുല്ലിൽ മറാഫിഇ അവരെല്ലാ തുറകളിൽ നിന്നും അവനെ തുരത്തി ഓടിച്ചു. അഖദു ഹബീബതഹു സ്വഗീറ അവൻ്റെ പ്രിയ പെണ്ണിനെ അവർ സ്വന്തമാക്കി. സുമ്മ ഖാലു എന്നിട്ടവർ വിളിച്ചു പറഞ്ഞു, അൻത ലാജ് നീയൊരു അഭയാർത്ഥിയാണ്, നീയൊരു വിദേശിയാണ്. യദാമിയൽ ഐനൈനി വൽ കഫൈനി പറയൂ ജ്വലിക്കുന്ന കൺകളോടും ചോരവറ്റാത്ത നിൻ കൈകളോടും, ഇന്നൽ ലൈല സാഇൽ ഈ രാവൊടുങ്ങുന്നതാണ്, ലാ ഗുർഫത്തു തൗഖീഫി ബാഖിയ ഇനി ബാക്കിയായി ഒരു തടവറകളും ഉണ്ടാവില്ല, വലാ സറദു സലാസിൽ ഒറ്റ ചങ്ങലയും കൽത്തുറങ്കുമൊന്നും ബാക്കിയായി ഉണ്ടാവില്ല. നെയ്റോനു മാത്ത നിറോൺ മരിച്ചു, വലം തമുത് റൂമ റോം ഒരിക്കലും മരണപ്പെട്ടിട്ടില്ല. ബി ഐനൈഹ തുഖാത്തിൽ അതിനാൽ കൺമൂർച്ചയാൽ
പോരാടി നാം ജയിക്കും. വഹുബൂബു സുംബുലത്തിൻ തമൂത്ത്, വെയിലേറ്റ് ഉണങ്ങിയ ഗോതമ്പു കതിരിലെ ഒരു വിത, സതംല ഉൽവാദി സനാബിൽ, അതുപോലും താഴ്വരകൾ പച്ചപ്പു വിതക്കാൻ മതിയായതാണ്. അപ്പോൾ വളരെ കൃത്യമായ ഒരു രസകരമായ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് ജമീൽ അഹമ്മദിൽ നിന്ന് വായിക്കാനും സാധിക്കുന്ന ഒരു ആ നിലക്ക് മലയാളത്തിലേക്ക് പരിചയപ്പെടുത്തപ്പെട്ട ഒരു കവിതയാണ് ഈ കവിത. അതിന് ഷർഹിലേക്ക് വരുമ്പോൾ ഫിഹാദിഹിൽ ഖസീദ, ഈ കവിതയിൽ യുസഫിർ ഷായർ മഹ്മൂദ് ദർവീഷ് അവതരിപ്പിക്കുകയാണ് ബിബറാഅത്തിൻ മുആനാത്തി ശഅബി അൽ ഫലസ്തീനി തഹ്ത ഇഹ്തിലാൽ സുഹ്യൂനി, സയനിസ്റ്റു അധിനിവേശത്തിനു കീഴിൽ ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന പീഡന കഥകളെപ്പറ്റിയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. വൽ ഖംഇ അല്ലദി യതഅറദൂന ലഹു ബിദൂനി അയ്യി സബബിൻ മഖ്ബൂൽ, യാതൊരുവിധ കാരണവും കൂടാതെ അടിച്ചമർത്തലുകൾക്ക് വിധേയരായ ജനതയാണവർ. യസിഫു സഹായിന ബി അന്നഹും യഫ്റദൂന സലാസൽ ഖഹർ വൽ ഇൽതിഹാദ് അലാ ഫവാഹിൽ ഫലസ്തീനിയീൻ. ഇവിടെ കവി പറയുന്നത് അവിടെ സയനിസ്റ്റുകൾ ഫലസ്തീനികളുടെ വായകളിൽ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ച് അവരെ പീഡിതരാക്കുന്നു. മുത്തഹിമീനഹും സൂറൻ അന്നഹും ഖത്ല, അവർ കെട്ടിയാരോപിച്ചു പറയാണ് ഇവരാണ് കൊലയാളികൾ. വയസ്ലബൂന മിൻഹും തആമഹും മലാബിസുഹും, അവരുടെ വസ്ത്രങ്ങളും അവരുടെ ഭക്ഷണവും ഇവർ കൊള്ളയടിക്കുന്നു. ഹത്താ യജഅലഹും യുഫ്ഖിദൂന ഹുവിയത്തഹും, അവരുടെ ഐഡൻറ്റിറ്റികളെപ്പോലും ഇവർ നഷ്ടപ്പെടുത്തുന്നു. തുറസിമു ഹാദിഹിൽ ഖസീദ സൂറത്തൻ മുഅ്ലിമ ലിൽ ഹുക്മി സ്വഹ്യൂനി, സയനിസ്റ്റ് ഭരണത്തിൻ്റെ വേദനിക്കുന്ന ചിത്രമാണ് ഈ കവിത. വദുൽമുല്ലദി യുമാരിസുനഹു ബിഹഖിൽ ഫലസ്തീനിയീൻ, ഫലസ്തീനികളുടെ അവകാശങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമത്തിൻ്റെ രൂപവുമാണ് ഈ കവിത. യസ്ഫു ഷായിറു ഹാദൽ ഹുക്ം ബി അന്നഹു ദാമിൽ ഐനൈൻ, കവി ഈ രംഗത്തെ അല്ലെങ്കിൽ ഭരണത്തെ വിവരിക്കുന്നത് അത് കണ്ണിൽ ചോര പുരണ്ട കണ്ണുകളോടാണ്. മിമ്മ യുശിറുല വഹ്ഷിയത്തുൽ ഇഹ്തിലാൽ വ ഇന്തിഹാകാത്തി ഹുഖൂഖിൽ ഇൻസാൻ, മനുഷ്യൻ്റെ എല്ലാവിധ അവകാശങ്ങളും തട്ടിപ്പറിക്കുന്ന അധിനിവേശത്തിൻ്റെ കാടത്തരത്തിലേക്ക് സൂചന നൽകുന്നു. അല്ലത്തി യർതകിബുഹ, അവർ ഇപ്പോൾ അരങ്ങേറിയിട്ടുള്ള. മഅദാലിക യുൽഹിറു ഷാഇറു ഐദൻ തഫാഉലഹു വ ഈമാനഹു, എന്നാൽ അതോടൊപ്പം കവി തൻ്റെ പ്രതീക്ഷയും തൻ്റെ വിശ്വാസവും ഇവിടെ അവതരിപ്പിക്കുകയാണ്. ബി അന്ന ദുൽമ വൽ ഇത്തിഹാദ ല യദൂമു ലിൽ അബദ്, അക്രമവും അധിനിവേശവും ഒരു കാലവും നീണ്ടു നിൽക്കുന്നതല്ല. യസ്തഷ്ഹിദു ബിതജരിബ താരിഖിയ മശാബഹ ലിൽ ഇലാഹ്, ഇതിനൊരുപാട് ചരിത്രങ്ങൾ തന്നെ സാക്ഷിയാണ്. ഹൈസ് നജഹത്ത് റോമ ഫി സുമൂദി വത്തമസ്സുക് ബഅദ ഫുഖ്ദാനിഹ ലിൽ കസീരി മിൻ മുംതലികാതിഹ, ഏതുപോലെ റോമ രാജ്യത്തിൻ്റെ പിടിച്ചെടുക്കലിനും അതുപോലെ മുരടിപ്പിനും ശേഷം അവിടെ വീണ്ടും അത് തിരിച്ചു വിജയിച്ച രംഗം ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ഫലസ്തീനിയീൻ അല സുമൂദ് വൽ മുഖാവമ, ഇവിടെ ഫലസ്തീനികളോട് കവി പ്രേരണ കൊടുക്കണം, ഉറച്ചു നിൽക്കാൻ, പ്രതിരോധിക്കുവാൻ. വയുഅക്കിദു അന്നഹും സയന്തസിറൂന ഫിൻ നിഹായ, അവരോട് കവി പറയുന്നു ആത്യന്തികമായി ജയിക്കാൻ പോകുന്നത് ഫലസ്തീനികളാണ്. ഹൈസു യഖൂൽ, അങ്ങനെയാണ് പറയുന്നത്, കദാലിക അൻത അയ്യുഹൽ ഹാകിമുൽ ളാലിം فكما ناضلت روما بعد أن فقد كل شيء سنقاتل نحن الناضل حتى لو بقيت منا بقية صغيرة جافك السنبل الوحيدة. ഏതുപോലെ റോമ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി അവിടുത്തെ അക്രമിയെ അവർ പരാജയപ്പെടുത്തിയ പോലെ ഞങ്ങൾ നിന്നോട് ഏറ്റുമുട്ടും, ഞങ്ങൾ നിങ്ങളോട് പൊരുതും, അങ്ങനെ ഞങ്ങൾ വിജയിക്കും. ഏതുപോലെ ഒരു ഗോതമ്പ് തരി പോലെ, ഗോതമ്പ് മണി പോലെ ഞങ്ങൾ ഫഇന്ന സനതകാസർ വനസനംല ഉദ്ദുന്യ, ഞങ്ങൾ അതിൽ നിന്ന് ഗോതമ്പുകൾ മുളച്ചു പൊന്തി ഈ ദുനിയാവ് മൊത്തം വ്യാപിക്കുന്ന പോലെ ഞങ്ങൾ നിനക്ക് മുന്നിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും, അങ്ങനെ നിന്നെ പരാജയപ്പെടുത്തും എന്ന് സയനിസത്തോട് പറയുന്ന പോലെയാണ്. യുബ്രിസു ഷാഇർ റിസാല ഖവിയ്യ ലിസ്സുമൂദി വത്തഹദ്ദി, കവി ശക്തമായ നിലക്കുള്ള സന്ദേശമാണ് ഇവിടെ നൽകുന്നത്, ഉറച്ചു നിൽക്കലിൻ്റെ അതുപോലെ തന്നെ വെല്ലുവിളിയുടെ. വൈദ്യുസിദു ഹാദിഹി റിസാല മിൻ ഖിലാൽ ഇസ്തിഖ്ദാമിഹി ലിർറുമൂസ് വസ്സൂറ അശ്ശിഅരിയ ബിശക്ലി മുത്ഖിനിൻ, വളരെ സൂക്ഷ്മമായിട്ടുള്ള റംസുകൾ, സിംബലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ കവിതാ രൂപങ്ങൾ ഉപയോഗിച്ചുള്ള സന്ദേശമാണ് കവി ഇവിടെ കൊടുക്കുന്നത്. ഹാദിഹിൽ ഖസ്ദു മിൻ അശ്ശിഅരിൽ ഹുർ ലിശ്ശാഇരി മഹ്മൂദ് ദർവീഷ്, ഇത് മഹ്മൂദ് ദർവീഷിൻ്റെ ഷിഅറുൽ ഹുറിലെ ഒരു കവിതയാണ്. വഹു മിൻ ഷിഅറിൽ മുഖാവമ, അതോടൊപ്പം ഷിഅറുൽ മുഖാവമക്കുള്ളൊരു ഉദാഹരണമാണ്. അല്ലാതെ യുഖാവിമു അൻ വതനിഹി, തൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രതിരോധിക്കുന്നു. വൻ അഹ്ലി വതനിഹി, തൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയും. റീക്യാപ്പിലേക്ക് വന്നാൽ മഹ്മൂദ് ദർവീഷ് ഷാഇറുൽ ജുറൂഹിൽ ഫിലസ്തീനി, അദ്ദേഹത്തിൻ്റെ ഒരു ലഖബാണ് ഷാഇറുൽ ജുറൂഹിൽ ഫിലസ്തീനി. അതോടൊപ്പം മറ്റൊന്ന് ഷാഇറുൽ മുഖാവമ അൽ ഫിലസ്തീനിയ. وفي هذه القطعة يصور الشاعر اجتهاد الصهيونيين ضد الفلسطينيين, ഫലസ്തീനികൾക്കെതിരെയുള്ള സയനിസ്റ്റുകളുടെ പീഡനത്തിൻ്റെ ചിത്രമാണ് ഈ ഒരു കവിതാശകലം നൽകുന്നത്. തൽതഹിദ് ഹുകൂമത്തുൽ ഇഹ്തിലാൽ സ്വഹ്യൂനിൽ ഫിലസ്തീനി ബിത്തിഹാമിഹി സൂറൻ അന്നഹു ഖത്ല വസാരിഖൂൻ, ഇവിടെ
ഫലസ്തീനികളായ അധിനിവേശത്തിൻ്റെ വക്താക്കൾ, ഭരണാധികാരികൾ, അവർ പിടിച്ചടക്കിയ ശേഷം അവരാക്ഷേപിച്ച് പറയാം ഫലസ്തീനികളോട്, നിങ്ങളാണ് കൊലയാളികൾ, നിങ്ങളാണ് കള്ളന്മാരെന്ന്. യതഫാഉൽ ഷാഇർ മിൻ സവാൽ ഇഹ്തിലാൽ. പക്ഷേ കവി വളരെയധികം പ്രതീക്ഷയിലാണ്, ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ അധിനിവേശം നീങ്ങിപ്പോകും. വജൗരിഹിം, അവരുടെ അക്രമങ്ങളും നീങ്ങിപ്പോകും. അമാമ മുഖാവമത്തിൽ ജമാഹീരി വ ഇസ്റാറി വ കഫാഹി ഷഅബ്, ഈ സമൂഹത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ മുന്നിൽ, അവരുടെ പ്രതിരോധത്തിൻ്റെ മുന്നിൽ ഇതെല്ലാം നീങ്ങിപ്പോകുമെന്ന് കവി പ്രത്യാശിക്കുകയാണ്. ഇനി അവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്, നമുക്കത് വായിച്ച് നോക്കാം. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ളത് ബാക്കി മറ്റു സന്ദർഭത്തിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.